ഹലോ ഗൈസ്, ഇന്ന് മോം ആൻഡ് സൺ സ്റ്റോറി സീരീസിന്റെ ഡേ 2 ആണ് കേട്ടോ. ഡേ 2 ഇന്ന് ഞാൻ രാവിലെ എണീച്ചു പതിപോലെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ കിച്ചണിലോട്ടാണ് പോയത്. ഇന്ന് കുറച്ചൊന്ന് ലേറ്റ് ആയി പോയതാണേ. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കിച്ചണിലോട്ട് കയറുന്ന സമയത്ത്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പൂരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പൂരിക്ക് ഇതാ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. പൂരി ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് പൂരി തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ എൻ്റെ അനിയൻ പറഞ്ഞു, ചേച്ചി പൂരി ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ അത് സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന്. പൂരി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ബാജിയും കൂടെ നിർബന്ധമാണല്ലോ. ഞാനിവിടെ പൂരിക്ക് വേറൊരു കോമ്പിനേഷനും ട്രൈ ചെയ്യാറേ ഇല്ല. ബാജിക്കുള്ള തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ചിരവയാണെങ്കിൽ എവിടേക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടു നടന്നിട്ടാണ് ചിരവാറ്. പിന്നെ വേഗം ഞാൻ കാപ്പിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാശിക്കുട്ടനെ പോയി എണീപ്പിക്കുന്ന രംഗമാണ് കേട്ടോ ഇത്. ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസം ആയതുകൊണ്ട് കാശിക്കുട്ടൻ കരയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ കരഞ്ഞൊന്നുമില്ല കേട്ടോ. ഫ്രണ്ട്സിനെ കാണാൻ പോവാലോ എന്ന് പറഞ്ഞിട്ടാണ് അവൻ വേഗം ചാടി എഴുന്നേറ്റത്. പിന്നെ അവന് നേരെ ബ്രഷ് ചെയ്യാൻ കൊണ്ട് നിർത്തി. പല്ല് തേക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. എന്നാലും വേഗം പല്ലൊക്കെ തേച്ചതാ ഞങ്ങൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആശാനൊരു പേടി. കാരണം അമ്മയെങ്ങാനും ഇനി ഷഡ്ഡി ഇട്ടിട്ടില്ലാത്ത വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് അവൻ എന്നെ കൊണ്ട് ആദ്യം ചെക്ക് ചെയ്യിപ്പിച്ചു കേട്ടോ. അമ്മ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഡ്രസ്സ് മാറ്റാനൊക്കെ സമ്മതിച്ചത്. എനിക്ക് നന്നായി പഠിക്കാൻ പറ്റണേ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും പൈസ കിട്ടണേ, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാശുകൂട്ടം പ്രാർത്ഥിച്ചത്. ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം പോയി ബാജിക്കറിയും കൂടി ഉണ്ടാക്കി വെച്ചു. പണ്ട് മുതൽ അമ്മ ഇങ്ങനെ ബാജിക്കറി ഉണ്ടാക്കി ശീലിപ്പിച്ചത് കൊണ്ട് എനിക്കും ആ ഒരു സ്റ്റൈലിൽ വെച്ചാൽ മാത്രമേ ഇഷ്ടപ്പെടാറുള്ളൂ. കിഴങ്ങിലേക്ക് അപ്പാടെ തേങ്ങ അരച്ചതിന് ശേഷം വെളിച്ചെണ്ണയും അതുപോലെ നമ്മുടെ കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് എടുക്കാറുള്ളൂ. ഞാൻ വറവിടാറില്ല. അവന് കഴിക്കാൻ വേണ്ടിയിട്ട് പൂരിയും അതുപോലെ ബാജിക്കറിയും കൊണ്ടു കൊടുത്തു. ചില സമയത്ത് വാരി കഴിക്കും, അല്ലാത്ത സമയത്ത് ഞാൻ വാരി തീറ്റിക്കേണ്ട അവസ്ഥയാണ്. അവന് രാവിലത്തെ സ്നാക്സിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൂരിയും ബാജിയും തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതും കുഞ്ഞുതായിട്ടാണ് ഞാൻ വെച്ചത്. പിന്നെ അവന് ഉച്ചയ്ക്ക് ലഞ്ചിന് ചെറിയൊരു തട്ടിക്കൂട്ട് ബിരിയാണി പിന്നെ കുറച്ച് ഡേറ്റ്സും വെച്ചു കൊടുത്തു. പിന്നെ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ലോട്ടി ചോക്കോപ്പൈ ആണ്. അതൊരു 3 വെച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ടാട്ടോ കഴിക്കാറ്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ്, അങ്ങനെ എല്ലാ ബോക്സും പാക്ക് ആക്കി ഒരു വഴിക്കായിട്ടുണ്ട്. അപ്പൊ കാശിക്കുട്ടന് ഇതുവരെ ബാഗ് വന്നിട്ടില്ല കേട്ടോ. പഴയ ബാഗ് തന്നെയാണ് അവൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അവൻ തന്നെ പോയി ഷൂ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ചു അവൻ തന്നെ അങ്ങനെയെല്ലാം ചെയ്ത് പഠിക്കട്ടെ, എന്നെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അവൻ്റെ അച്ഛൻ അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് അവൻ ഭയങ്കര ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യത്തിൽ ഞാനിപ്പോൾ അവൻ മാറ്റിക്കൊണ്ട് വരാണ്. അപ്പോഴേക്കിതാ അവൻ്റെ അച്ഛൻ വിളിച്ചു. അപ്പോൾ രാവിലെ ആകുമ്പം മിക്ക സമയത്തും അവൻ്റെ അച്ഛൻ ഇതുപോലെ വിളിക്കാറുണ്ട്. ചില സമയത്ത് മാത്രമേ അവനെ കിട്ടാറുള്ളൂ, അല്ലാത്ത സമയത്ത് അവനോട് സ്കൂളിൽ പോയിട്ടുണ്ടാവും. കുറച്ച് നേരം അവൻ്റെ അച്ഛൻ്റെ അടുത്ത് അവൻ വാചകം അടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ബസ് വരാൻ നേരമായപ്പോൾ ഫോണൊക്കെ കട്ടാക്കിയിട്ട് ബാഗോ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിന്നപ്പോഴേക്കും ബസ് വന്നു. കാശിക്കൂട്ടം ബസ്സിൽ പോകുന്ന വരുന്നൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ തലവേദന ഒന്നും ഇല്ലാട്ടെ. ഇതുപോലെ ഫ്രണ്ട് നിന്ന് അങ്ങനെ കയറ്റി വിട്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.